ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കോഴിക്കോട് പോകാൻ വേണ്ടി 4 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റേക്കാണ്. സോ കോഴിക്കോടിൽ നിന്ന് പോകാൻ കാറായിട്ടാണ്. ഒറ്റ കാറിലാണ് പോകുന്നത്. ഞങ്ങളൊരു 12 പേരുണ്ട് ഒറ്റ കാറിൽ. അപ്പോൾ ഓക്കെ, 12 പേര് മീൻസ് ഒരാൾ മാറ്റി ബാക്കി 11 പേരുണ്ട് ഈ വണ്ടിയിൽ. കൺജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡാണ്. ഞങ്ങളിപ്പോൾ പുറപ്പെട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോർട്ട് വെച്ചിന്ന് പുറപ്പെടണം. ഇപ്പോൾ ഞങ്ങൾ വയനാടെത്തി. ഇതാണ് ഞാൻ കാണിച്ച റിസോർട്ട്. ഇത് ഭയങ്കര ലാഭമുള്ള റിസോർട്ടാണ്, നല്ല വ്യൂ ഉള്ള റിസോർട്ടാണ്. ഇത് ഒരു 1 person വിത്ത് ഫുഡ് 1500 റുപ്പീസാണ് വരുന്നത്. എൻ്റെ പേര് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. സോ ഇത് ഇവിടെ സെയിം തന്നെ ഒരു റൂം ഒരു വീട്ടിൽ 2 റൂമുകളാണ് വരുന്നത്. ഇതൊരു റൂം, ഇവിടെ ഫാന് വേണ്ടി AC ഉണ്ട്. പിന്നെ ഈ ജനാലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ ഒരു സ്ഥലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ വേറെ സാധനമുണ്ട്, അതിനെ സർപ്രൈസ് ആയിട്ട് പറഞ്ഞുതരാം. സോ ഇവിടെ ഒരു ഡൈനിങ് ഹോളും ഉണ്ട്, പിന്നെ വാഷ് ബേസും ഉണ്ട്. ഇവിടെ ഞാൻ കിടക്കുന്നത്. ഇത് ഇവിടെയും ഈ ലൈറ്റ് തന്നെ അപ്പുറത്തെ റൂമിലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കിടക്കുന്നത് എൻ്റെ അച്ഛനമ്മയായിട്ട്. പിന്നെ അപ്പുറത്തെ സെയിം തന്നെ, ഈ സെയിം ഡിസൈനും എല്ലാം സെയിം ആയിട്ടുള്ള ഒരു റൂമാണത്. സോ ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു റൂമാണ് ശരി, ആ റൂമിൻ്റെ ആളെ ഞങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ തുണി പിടിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇനി ഈ സ്ഥലം കുട്ടികൾക്ക് നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലം. ഈ കുട്ടികൾക്ക് അവിടെ നിന്ന് പോകാൻ തോന്നാത്ത സ്ഥലമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഈ സ്വിമ്മിങ് പൂളാണ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ. സ്വിമ്മിങ് പൂൾ എൻ്റെ പൊന്നി നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലം. അത്രയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പാർക്ക് ഇങ്ങനെ അവിടെ ഒരു റൂമുണ്ട്, അതൊരു സ്റ്റേ പോലെയാണ് ഇവരുടെ തന്നെ. പിന്നെ ഇവിടെ നല്ല പാർക്കുകളുണ്ട്, ഇതുണ്ടോ നമുക്ക് കറങ്ങാനും മറ്റേ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിൽ. പിന്നെ ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് സ്റ്റേഡിയം എന്നല്ല, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫാമിലിയായിട്ട് നിങ്ങൾ അടിച്ചു പൊളിക്കാനാണെങ്കിൽ അങ്ങനെ അടിച്ചു പൊളിക്കാം. ഇവിടെ നമുക്ക് ഒരു സ്റ്റേജ് വേണമെങ്കിൽ സ്റ്റേജിൽ ആൾക്കാർക്ക് ട്രാൻസ്ഫോം ചെയ്യാം. പിന്നെ ഇവിടെ ഇരിക്കുകയും ചെയ്യാം. പിന്നെ അവിടേക്ക് ഞാനൊരു കുരങ്ങനെ കണ്ടായിരുന്നു, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ. പിന്നെ ഇവിടെ ലൈറ്റ് ഉണക്കുമ്പോൾ രാത്രി നല്ല ഫ്രഷാണ്, നല്ല ഭംഗിയാണ് കാണാൻ. മീൻസ് ഇവിടെ നല്ല വ്യൂ ഉണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പൂക്കളൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണത് ഭയങ്കര രസമാണ്. കുഴപ്പമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൂക്കളാണ് അതിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നണത്, വേറൊന്നും എനിക്ക് അങ്ങനെ അധികമായിട്ട് ഇതായില്ല. സ്വിമ്മിംഗ് പൂളും ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ആ വിൻഡോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ ഉടുപ്പ് മാറി സ്വിമ്മിംഗ് പൂളിലോട്ട് കയറി കേട്ടോ. ഞാനാണ് അതാ നീന്തി വന്നത്, അതെൻ്റെ അച്ഛനും നീന്തി വന്നത്. പിന്നെ ഞാൻ വെള്ളത്തിൽ സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, അത് കാരണം ഞാൻ പല ഇതാണ് ചെയ്യാറ്. എനിക്ക് പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് തന്നെ സഫാരിക്കാണ്. സഫാരി പോയപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു മാൻ, പിന്നെ ഒരു കുരങ്ങൻ, പിന്നെ എൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ അവർ കണ്ടെന്ന് പറഞ്ഞാൽ പുലി ജസ്റ്റ് പാസ് ചെയ്ത് പോയെന്നും, പിന്നെ ഒരു പോത്തിനെ, പിന്നെ മാനെ കുറേ കണ്ടെന്നും, പിന്നെ ഒരു കുരങ്ങനെ ഇങ്ങനെ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ തന്നെ. ഇനി അടുത്ത പുതിയതായിട്ട് വീഡിയോ വരണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.